എന്തിനു വേണ്ടിയാണ് എല്ലാ വർഷവും നാം ഈ വിധത്തിൽ കൺവെൻഷനായിട്ട് കൂടി വരുന്നത്? ഇതൊരു സോഷ്യൽ ഗാദറിങ്ങിൻ്റെ അവസരം മാത്രമാണോ? അതിലപ്പുറം എന്തെങ്കിലും സാധ്യമാകണമെന്ന് സ്വപ്നം കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിൽ വളരെ കൃത്യമായ ലക്ഷ്യബോധമുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എവിടെയും എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. ഒരു പ്രാർത്ഥനാക്കൂട്ടം നടത്തുമ്പോഴും നമുക്കൊരു സ്വപ്നം വേണം. ഈ പ്രാർത്ഥനാക്കൂട്ടം നടക്കുന്നതിലൂടെ എന്താണ് സാധിക്കേണ്ടത്? ലക്ഷ്യബോധം മാത്രം ഉണ്ടായാൽ പോരാ, ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള മാർഗത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് നമുക്കുണ്ടാകണം. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കൂ. ഇത് രണ്ടും ഒരു അറിവിൻ്റെ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ്. അതിലപ്പുറമായി അതിനുവേണ്ടി തമ്പുരാനോടുള്ള ബന്ധത്തിൽ തമ്പുരാനോടുകൂടെ മനഃപൂർവ്വമായി പരിശ്രമിക്കുക കൂടെ വേണം. ഇത് മൂന്നും ഒത്തുചേരുമ്പോഴാണ് വളരെ അനുഗ്രഹീതമായി നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് ഒക്കുകയുള്ളൂ. ഈ കൺവെൻഷനിലൂടെ എന്താണ് സാധിക്കേണ്ടത്? അതിനെക്കുറിച്ചുള്ള വ്യക്തത നമുക്കുണ്ടാകണം. ബഹുമാനപ്പെട്ട അച്ഛൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നാം ഈ ദിവസങ്ങളിൽ ഇവിടെ വന്നതിനേക്കാൾ ഒരു പടി കൂടെ ആഴത്തിൽ തമ്പുരാൻ്റെ ഹൃദയത്തിനനുസരണമായ വിധത്തിൽ ജീവിക്കുന്നതിനായി നമ്മെ തന്നെ പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂടിയവരവ് മുഖാന്തരമായി ഭവിക്കണം. അത് ഭവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അധ്വാനം, പ്രാർത്ഥന എല്ലാം വൃഥാവായിട്ട് തീരുകയാണ്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരുക്കമാകണം, പ്രാർത്ഥനയാകണം. എല്ലാവർക്കും എഴുന്നേൽക്കാം. അഭിമന്യ മെത്രാപ്പൊലീത്ത മനസ്സുകൊണ്ട് എഴുന്നള്ളുന്നുവല്ലോ. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയെ ഏറ്റവും വിനയത്തോടുകൂടെ നമ്മുടെ ഭദ്രാസന കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്. അതിനോട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നിർവഹിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചുവല്ലോ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്ന് ഈ ഭാഗം വളരെ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് പറയുന്നതല്ല, പിതാവിൻ്റെ ഹൃദയമറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് കർത്താവിനോടൊപ്പം പന്തിക്കിരിക്കുന്നത്. പല പ്രാവശ്യം ഈ വേദഭാഗം വായിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ഈ വേദഭാഗം വായിച്ചപ്പോൾ അത് ഏറെ ചിന്തിപ്പിക്കുകയും
ഏറെ വിനയാന്വിതനാകുന്നതിനിടയാകുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിലേറെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ഇഷ്ടമെന്തെന്ന് വിവേചിക്കുവാനും അതിനനുസരണമായ വിധത്തിൽ പ്രവർത്തിക്കുവാനുമാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കർത്താവിൻ്റെ ഹൃദയം അറിയുവാൻ ആർക്കാണ് സാധിക്കുക? കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കുകയും ആഴത്തിൽ കർത്താവിനെ അറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്കല്ലാതെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പറിയുവാനായിട്ട് സാധിക്കില്ല. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മെ തിരിഞ്ഞു നോക്കുന്നതിനേറെ സഹായകരമാകുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു പക്ഷവുമില്ല, സംശയവുമില്ല. അടുത്ത കാലത്ത് ഞാൻ ഇവിടുത്തെ നമ്മുടെ ഭദ്രാസനത്തിലെ യുവജന സഖ്യാംഗങ്ങളെ കാണുന്നതിനൊരു അവസരം എടുത്തു. 16 ഇടങ്ങളിൽ വെച്ചാണ് അവരെ കണ്ടത്. ഈ 16 സ്ഥലങ്ങളിലും ഏവറേജ് ഒരു 80 പേരെങ്കിലും സംബന്ധിച്ചിരുന്നു. ഞാനവർ പ്രസംഗം പറയുന്നതിന് വേണ്ടി വിളിച്ചതല്ല, അവരെ പരിചയപ്പെടുന്നതിനും അവർക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നതിനുള്ള അവസരമായിട്ടാണ് അതിനെ കണ്ടത്. ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർ ചോദിച്ചു. അവരുടെ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 3 ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകും. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാലത്തും വൈകിട്ടും വീട്ടുപ്രാർത്ഥനയുള്ള എത്ര വീടുകളുണ്ട്? കൈവെക്കാം. എത്ര കൈപൊക്കി കാണുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? 6 പേർ ഏവറേജ്, അത്രയേ ഉള്ളൂ കൈപൊക്കി. അത് ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2 പേര് കാണുമായിരിക്കാം, അറിഞ്ഞുകൂടും. അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഉത്തരവാദി നിങ്ങളല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ്. പ്രത്യേകിച്ച് മാതാക്കളാണ് അതിൻ്റെ ഉത്തരവാദി. വീട്ടുപ്രാർത്ഥനയില്ലാത്ത വീടുണ്ടെങ്കിൽ അതിൻ്റെ സകല ഉത്തരവാദിത്വവും സ്ത്രീകൾക്കാണ്. അവർ വിചാരിച്ചാലേ വീട്ടുപ്രാർത്ഥന നടക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ എത്ര പേർ കാലത്തും വൈകിട്ടും ഒരു 10 മിനിറ്റെങ്കിലും വേദവസ്തം വായിക്കുന്നവരുണ്ട്? ഒന്നോ രണ്ടോ കൈകൾ കൂടെ കൂടുതൽ പൊങ്ങിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു: നിങ്ങൾ എത്ര പേർ കാലത്തും വൈകിട്ടും ഒരു 10 മിനിറ്റെങ്കിലും തമ്പുരാൻ്റെ സന്നിധിയിൽ തലവണക്കാറുണ്ട്? ഒന്നോ രണ്ടോ പേര് കൂടെ കൈപ്പൊക്കിയിട്ടുണ്ട്. ഇതെന്താണ് കാണിക്കുന്നത്? അത് ഈ ഭദ്രാസനത്തിൻ്റെ സ്ഥിതി മാത്രമല്ല, മൊത്തം സഭയിലും ആഗമന സഭയിലും സ്ഥിതി ഏകദേശം ഇത് തന്നെയാണ്. നമ്മുടെ ആത്മീയ പാപ്പരത്വത്തെയാണ് ഇത് കാണിക്കുക. നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് ആരുമല്ലെന്നേ, ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നല്ല, അത് വേറെ ഒന്നും. യേശുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എന്ന് അനുഭവത്തിലൂടെ സാക്ഷിക്കാൻ തക്കവണ്ണം നമുക്ക് എത്ര പേർക്കാണെന്ന് സാധിക്കുന്നത്? അത് സാധിക്കുന്നില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് വീട്ടുപ്രാർത്ഥനയും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനുമുള്ള അവസരം കാണുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് നാം നമ്മോട് തന്നെ ചോദിക്കണം, യേശു എനിക്ക് ആരാണ്? ഈ ചോദ്യം ചോദിച്ചേ പറ്റുള്ളൂ. യേശു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമാണ്. അത് കഴിഞ്ഞ ബിസിനസ്സും. യേശുവാണ് എൻ്റെ കർത്താവൻ, രക്ഷിതാവിൻ്റെ ദൈവം, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ എല്ലാം ഈ തമ്പുരാനാണ്. ഇത് പറയുവാനും ഈ അനുഭവത്തിൽ വളരുന്നതിനും ഇടയായി തീരണം ഈ കൺവെൻഷനിലൂടെ. അത് സാധിക്കുന്നില്ലെങ്കിൽ എന്തിന്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആത്മീയ പാപ്പരത്വത്തെ കാണിക്കുന്നതാണ്. ഇത് പൊതുവെ ഇതാണെങ്കിൽ എന്താണ് നമ്മുടെ സ്ഥിതി? പള്ളി നിറച്ച ആളുണ്ട്, വിശുദ്ധ കുർബാന കൊള്ളുന്നതിനും ഒരുപാട് പേരുണ്ട്. ഒരു ഉപരിപ്ലവമായ ഒരു ആത്മീയതയുമായി ജീവിച്ചിട്ട് എന്താ കാര്യം? കർത്താവ് പറഞ്ഞു, നീ എൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കണം. എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പറിഞ്ഞ് ജീവിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ യാതൊരു പങ്കുമില്ലെന്നാണ് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് എന്തോ ഒരു സങ്കടകരമായ അനുഭവമാണ്.
എന്തൊരു സങ്കടകരമായ അനുഭവം. ഈ അനുഭവമാണോ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്? അല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കൺവെൻഷനിലേക്ക് വന്ന് പോകുമ്പോൾ കുറേ കൂടെ ആഴത്തിൽ തമ്പുരാനെ അറിയുവാനും സ്നേഹിക്കാനും തമ്പുരാൻ്റെ ഹൃദയം അറിയത്തക്ക വിധത്തിൽ തമ്പുരാൻ്റെ മാർവോട് ചേർന്ന് ജീവിക്കുന്നതിൽ ഇടയായിത്തീരണം. ഇതാണ് എൻ്റെ സ്വപ്നം. ഇതാണ് നമ്മുടെ കൺവെൻഷനിലൂടെ സാധിക്കേണ്ടത്. അതിന് ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്നുള്ളതാണ് എപ്പോഴുമുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും.